Hi all, my name is Afreed and I am a self-learned Flutter developer. ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഐ വാസ് ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു എ ജോബ് ആസ് എ ഫ്ലട്ടർ ഡെവലപ്പർ. അതിനുവേണ്ടി ഡെയിലി 10 കമ്പനി വെച്ച് അപ്ലൈ ചെയ്തു. പറ്റണ കമ്പനികളെല്ലാം കോണ്ടാക്ട് ചെയ്ത് നോക്കി. ആൻഡ് ആഫ്റ്റർ അപ്ലൈയിങ് ഫോർ അറൌണ്ട് 60 കമ്പനീസ് എനിക്കൊരു മിഷൻ ടെസ്റ്റ് കിട്ടി. ആൻഡ് ഐ വാസ് എക്സൈറ്റഡ്. കാരണം വൈ നോട്ട്? അപ്പോൾ ഇഫ് ഐ ക്യാൻ ഷോ മൈ സ്കിൽസ് ത്രൂ ദിസ് മിഷൻ ടെസ്റ്റ് എനിക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായി. കാരണം ഇറ്റ് ഡിഡൻറ്റ് ഗോ ആസ് പ്ലാൻ. അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഫീച്ചർ ആഡ് ചെയ്യാനാണ്. ഫീച്ചർ എന്ന് പറഞ്ഞാൽ യൂസർ തമ്മിൽ വീഡിയോ കോൾ ആൻഡ് ഓഡിയോ കോൾ ചെയ്യാൻ പറ്റണം. സിമ്പിൾ ആൻഡ് ഐ തിങ്ക് ഐ ക്യാൻ ഡു ദാറ്റ്. ആ ടൈമിൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ വാസ് ഹൈ ആൻഡ് ടാസ്ക് ചെയ്യാൻ വേണ്ടി സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്ത് നോക്കി ആൻഡ് ഇറ്റ് ഡിഡൻറ്റ് വർക്ക്. കാരണം അതിൽ കുറേ എറർ കാണിക്കുന്നുണ്ടായി ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ ഹൗ ടു സോൾവ് ദോസ് എറർ. അത് സോൾവ് ചെയ്യാൻ നോക്കി ബാക്കിയുള്ള ഒന്നും വർക്ക് ആവണ്ടായി. പെർഫെക്റ്റ്. പിന്നെ ഞാൻ ഫ്ലട്ടർ ഫുൾ റീഇൻസ്റ്റാൾ ചെയ്ത്. അപ്പോൾ ആപ്പ് വർക്കിംഗ് ആയി ഇല്ല. ഈ പ്രാവശ്യം വർക്ക് ആവാനത് ഒരു ഫയൽ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ ആ ഫയൽ വേണമെങ്കിൽ ഫയർബേസ് കണക്ട് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വന്ന ഫയലാണത്. ആ ആപ്പിൽ ഓൾറെഡി ഫയർബേസ് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ കമ്പനിയെ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ച് ഫയർബേസിൻ്റെ എറർ ഉണ്ട്, അപ്പോൾ ഫയർബേസിൻ്റെ അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുമോ? ആൻഡ് ദേ വാസ് ലൈക്ക് നോ, യു നീഡ് ടു യൂസ് യുവർ ഓൺ ഫയർബേസ്. ഓക്കെ. അപ്പോൾ പിന്നെ എൻ്റെ ഫയർബേസ് ആയിട്ട് കണക്ട് ചെയ്തു ആൻഡ് ഫൈനലി ആപ്പ് റൺസ് ആൻഡ് ദ ഡെഡ് ലൈൻ വാസ് അറ്റ് ദ നെക്സ്റ്റ് ഡേ അറ്റ് 8 PM. ഇതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഹാഫ് ഡേ അങ്ങനെ തീർന്നു. പിന്നെ ആപ്പ് എങ്ങനെ വർക്ക് ആവണത്, ലൈക്ക് എന്തൊക്കെ ഫയൽ എവിടെയൊക്കെയാണ്, ഈ ആപ്പിൻ്റെ വർക്കിംഗ് എന്താണ്? കാരണം ഇതുവരെ ഞാൻ എഴുതിയ കോഡ് നോക്കിയ ശീലമുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ കോൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാനുണ്ടായി. അങ്ങനെ കുറേ ടൈം അതിന് പോയി ആൻഡ് മണിക്കൂറുകൾക്ക് ശേഷം വീഡിയോ കോൾ ഇൻറ്റിഗ്രേറ്റ് ആയി. ലൈക്ക് യൂസർ തമ്മിൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം ഡെഡ് ലൈൻ ആവാറായി. ഇനി ആപ്പ് ബിൽഡ് ചെയ്യണം. ഇത് വലിയ ആപ്പ് ആയതുകൊണ്ട് ബിൽഡ് ആവാൻ കുറേ ടൈം വരും. ഗിറ്റിൽ ആഡ് ചെയ്യണം, പിന്നെ സോഴ്സ് കോഡ് ഡ്രൈവിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്, വീഡിയോ കോള് പ്രോപ്പറായിട്ട് ഇൻറ്റിഗ്രേറ്റ് ആയി പല യൂസർ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ടോക്കൺ സെർവർ വേണം. ലൈക്ക് അതെന്തിനാന്ന് വെച്ചാൽ ഒരു യൂസറിന് യൂണീക്ക് ടോക്കൺ കിട്ടാൻ ഫോർ സെക്യൂരിറ്റി പർപ്പസ്. ഇപ്പൊ പിന്നെ ഫുള്ള് കൺഫ്യൂഷനായി. ഇത് എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഫുള്ള് പോയി. ഇനി എന്തേലും വർക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല. പിന്നെ ഒന്നും നോക്കില്ല, ചെയ്ത് അത്രയും വെച്ച് സബ്മിറ്റ് ചെയ്ത്. അപ്പോൾ ആ കമ്പനി കിട്ടുമെന്നൊരു ഉറപ്പുമില്ല. അപ്പോൾ ഇനി ഇത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലത്തെ സിറ്റുവേഷൻ വന്നതാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവും. എല്ലാം അല്ലെങ്കിലും അത്യാവശ്യം ഉള്ളതെല്ലാം. അടുത്തതിൽ നോക്കാം. അപ്പോൾ ഇനി അടുത്ത മിഷൻ ടെസ്റ്റ് കിട്ടിയാൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ അതിന് അപ്ഡേറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് എന്തെങ്കിലും സജഷൻ കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.